ഗോൾഡൻ ജൂബിലി നിറവിൽ ചെസ്റ്റ് ഹോസ്പിറ്റൽ. ആതുര ശുശ്രൂഷ രംഗത്ത് കർമ്മോത്സുകമായ 5 പതിറ്റാണ്ടിന്റെ നാഴികക്കല്ല് പിന്നിടുകയാണ് കോഴിക്കോട് നഗരഹൃദയത്തിലെ ചെസ്റ്റ് ഹോസ്പിറ്റൽ. മെഡിക്കൽ പ്രൊഫഷനൊപ്പം സമൂഹത്തിന്റെ നെഞ്ചിടിപ്പ് കൂടി പരിശോധിച്ച അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയായ ഡോക്ടർ എം.എ. അബ്ദുള്ളയുടെ കാഴ്ചപ്പാടിന്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും ഫലമായി ഉയർന്നുവന്ന ചികിത്സാലയം. സംഭവബഹുലമായ കോഴിക്കോട് പട്ടണത്തിന്റെ ചരിത്രത്തിൽ ക്ഷയരോഗ ചികിത്സയിൽ സ്പെഷ്യലൈസ് ചെയ്ത ആദ്യ ആരോഗ്യ കേന്ദ്രമാണ് ചെസ്റ്റ് ഹോസ്പിറ്റൽ. ആലുവയിൽ നിന്നെത്തി കോഴിക്കോടിന്റെ ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹിക പരിസരങ്ങളിൽ സ്നേഹമുദ്ര പതിപ്പിക്കുകയായിരുന്നു ഡോക്ടർ അബ്ദുള്ള. പെരിയാർ തീരത്തെ പനായിക്കുളത്ത് ധനിക കർഷക കുടുംബത്തിൽ അബ്ദുറഹിമാൻ പാത്തുമ്മ ദമ്പതികളുടെ മകനായി 1924 ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ബിരുദം. പേരും പെരുമയുമുള്ള മറ്റ് സ്പെഷ്യാലിറ്റികളിൽ എളുപ്പം പ്രവേശനം കിട്ടുമായിരുന്നിട്ടും അദ്ദേഹം തെരഞ്ഞെടുത്തത് ക്ഷയരോഗ ചികിത്സാ വിഭാഗമായിരുന്നു. 1950കൾ രാജ്യത്ത് ക്ഷയരോഗം പടർന്നു പിടിക്കുന്ന കാലമാണ്. ജനം അവജ്ഞയോടെ കണ്ട ക്ഷയം അഥവാ TB പാവപ്പെട്ടവരുടെ ഉറക്കം കളഞ്ഞ മാരക രോഗമായി ഭീതി പരത്തി. രോഗം പിടിപെട്ടയാളെ വീട്ടിൽ നിന്ന് മാത്രമല്ല, നാട്ടിൽ നിന്ന് പോലും മാറ്റി നിർത്തി. ക്ഷയരോഗം ബാധിച്ചവരുടെ കുടുംബവുമായി വരെ സമൂഹം ബന്ധം വിച്ഛേദിച്ചു. രോഗത്തിന് കുറ്റമറ്റ പരിശോധനാ സൗകര്യങ്ങളോ ഫലപ്രദമായ മരുന്നോ ലഭ്യമാകാത്ത കാലം. ഈ ദുരവസ്ഥയിൽ പെട്ടുപോയ മനുഷ്യരെ സംരക്ഷിക്കാനായിരുന്നു ഡോക്ടർ അബ്ദുള്ള TBയിൽ ഉപരിപഠനം നടത്തി ഡിഗ്രി നേടിയത്. പഠനശേഷം ഗവൺമെന്റ് സർവീസിൽ പ്രവേശിച്ചു. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലായിരുന്നു ആദ്യ നിയമനം. മലബാറിലെ മിക്ക രോഗികളും ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രിയായിരുന്നു അന്നത്. ഓലമേഞ്ഞ ഷെഡിലായിരുന്നു അക്കാലത്ത് TB വാർഡ് പ്രവർത്തിച്ചത്. കോഴിക്കോടുമായി ഇഴപിരിയാത്ത ബന്ധത്തിന് തുടക്കം കുറിക്കുന്നത് 1956ലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആരംഭിച്ചപ്പോൾ അവിടെ നെഞ്ചുരോഗ ചികിത്സാ വിഭാഗത്തിലേക്ക് മാറിയ ഡോക്ടർ അബ്ദുള്ള ക്ഷയരോഗത്തെക്കുറിച്ചുള്ള ഭയാശങ്കകൾ മാറ്റാനുള്ള സാമൂഹിക ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കമിട്ടു. 1962 പാവമണി റോഡിന്റെ തെക്കുഭാഗത്തെ പറമ്പിൽ ഓടിട്ട ഒരു കൊച്ചു വീട് നിലനിന്ന സ്ഥലത്താണ് അദ്ദേഹം ക്ലിനിക്ക് ആരംഭിച്ചത്. ആശുപത്രി സേവനം കഴിഞ്ഞുള്ള സമയം ക്ലിനിക്കിനു വേണ്ടി നീക്കിവെക്കുകയായിരുന്നു. ക്ഷയരോഗ ചികിത്സയിൽ 20 വർഷത്തെ പരിചയം നേടിയ ശേഷം 1974ലാണ് ഡോക്ടർ ചെസ്റ്റ് ഹോസ്പിറ്റൽ ആരംഭിക്കുന്നത്. ഹോസ്പിറ്റലിന് തറക്കല്ലിട്ടത് അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ ജനാബ് M.A. കൊച്ചഹമ്മദായിരുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് PK അബ്ദുള്ള IAS ആയിരുന്നു. ശ്രീ PP ഉമ്മർകോയ, ഡോക്ടർ PK അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങുകളിൽ സംബന്ധിച്ചു. ആശുപത്രിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചെടുത്ത ഗ്രൂപ്പ് ഫോട്ടോയിൽ ഡോക്ടർ അബ്ദുള്ള, അദ്ദേഹത്തിന്റെ പത്നി PK ആയിഷ, റെസിഡന്റ് ഡോക്ടർമാരായിരുന്ന ഹംസ തയ്യിൽ, ഹസൻ കോയ, ഉമ്മർ, കമ്പൗണ്ടർ രാഘവൻ നായർ, 3 പതിറ്റാണ്ടോളം ആശുപത്രി മാനേജറായിരുന്ന അന്നത്തെ റിസപ്ഷനിസ്റ്റ് അഹമ്മദ്, ബേബി സിസ്റ്റർ, ക്ലീനിംഗ് വിഭാഗത്തിലെ ഉണ്ണിച്ചക്കൻ എന്നിവരെ കാണാം. ചെസ്റ്റ് ഹോസ്പിറ്റലിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഡോക്ടറുടെ ജാഗ്രത നിറഞ്ഞ കയ്യൊപ്പ് പ്രകടമാണ്. ആശുപത്രിയുടെ വളർച്ചയിൽ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിനും സമർപ്പണത്തിനുമൊപ്പം പത്നി PK ആയിഷയുടെ സഹകരണവും പിന്തുണയും വിസ്മരിക്കാനാവില്ല. പരിശീലനം ലഭിച്ച നഴ്സുമാരുടെ സേവനം സ്വകാര്യ സ്ഥാപനങ്ങളിൽ കിട്ടാത്ത കാലമായിരുന്നു അത്. ഡോക്ടർ അബ്ദുള്ള നിരവധി ചെറുപ്പക്കാരികൾക്ക് നഴ്സിംഗ് പഠനത്തിന് വഴിയൊരുക്കി. സിലബസും ക്ലാസുകളും പരീക്ഷയും അദ്ദേഹം തന്നെ രൂപപ്പെടുത്തുകയും വിജയിച്ചവർക്ക് ചെസ്റ്റ് ആശുപത്രിയിൽ ജോലി കൊടുക്കുകയും ചെയ്തു. രോഗികളെ പരിശോധിച്ച് ചികിത്സ നിർദ്ദേശിക്കുക മാത്രമായിരുന്നില്ല അദ്ദേഹം ചെയ്തത്. തന്നെ കാണാനെത്തുന്നവരുടെ ആശങ്കകൾ അകറ്റി സമാധാനപൂർണമായ മനസ്സോടെയാണ് അദ്ദേഹം തിരിച്ചയച്ചത്. ഡോക്ടറുടെ വൈദഗ്ധ്യവും സഹാനുഭൂതിയും ധൈര്യം പകരുന്ന വാക്കുകളും നൂറുകണക്കിന് രോഗികൾക്ക് ആശ്വാസം പകർന്നു.
അങ്ങനെ ചെസ്റ്റ് ഹോസ്പിറ്റൽ ആ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ചു. തിരക്കേറിയ ആശുപത്രി ജീവിതത്തിനിടയിലും സമൂഹത്തിന്റെ വേദനാസംഹാരി കൂടിയായി അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ. മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതി നിർണയിക്കുന്നതിൽ വലിയ സംഭാവന നൽകിയ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ രൂപീകരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ചു അദ്ദേഹം. കാര്യമായ വിദ്യാഭ്യാസവും സാമൂഹിക പദവിയുമില്ലാതെ സമൂഹത്തിന്റെ താഴെത്തട്ടിൽ ജീവിച്ചിരുന്ന മുസ്ലിം സമുദായത്തെ, വിശേഷിച്ച് സ്ത്രീകളെ, വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവരികയും മുഖ്യധാരയിൽ എത്തിക്കുകയുമായിരുന്നു MESന്റെ സ്ഥാപിത ലക്ഷ്യം. ചിന്താവളപ്പിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ 1964 MES രൂപീകരിക്കപ്പെട്ടത്. വീട്ടിൽ സ്ഥാപിച്ച പിച്ചളത്തകിട് ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷിയാണ്. ഭാര്യ സഹോദരൻ കൂടിയായ ഡോക്ടർ PK അബ്ദുൽ ഗഫൂർ പ്രസിഡന്റും ഡോക്ടർ K മുഹമ്മദ് കുട്ടി സെക്രട്ടറിയുമായ പ്രഥമ കമ്മിറ്റിയിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെയാണ് കണ്ടിരുന്നതെങ്കിലും സർക്കാർ സർവീസിലായതിനാൽ മാറി നിൽക്കുകയായിരുന്നു. ഡോക്ടർ PK അബ്ദുൽ ഗഫൂറിന്റെ മരണശേഷം 10 വർഷം അദ്ദേഹം സംഘടനയുടെ പ്രസിഡന്റായിരുന്നിട്ടുണ്ട്. മലബാർ പ്രദേശത്തെ ധനാഢ്യരെയും ജന്മിമാരെയും കണ്ട് ഫണ്ട് സ്വരൂപിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർത്തിയെടുക്കുകയായിരുന്നു MES. സാമ്പത്തിക പ്രതിസന്ധി മൂലം ഉപരിപഠനം വഴിമുട്ടിയ നിരവധി വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തിയ MES സ്കോളർഷിപ്പ് പദ്ധതി അദ്ദേഹത്തിന്റെ ആശയമായിരുന്നു. 10ഓളം പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ, 18 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, 36 CBSE സ്കൂളുകൾ തുടങ്ങിയവ MESന് കീഴിൽ ഉയർന്നുവന്നു. പിന്നീടത് വലിയൊരു വിദ്യാഭ്യാസ പ്രസ്ഥാനമായി വളർന്നതിന് കേരളം സാക്ഷിയാണ്. കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് എടുത്തു പറയാതെ വയ്യ. ദീർഘകാലം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേൽനോട്ടം വഹിച്ചത് ഡോക്ടർ അബ്ദുള്ളയായിരുന്നു. ഖുർആൻ ശാസ്ത്ര താരതമ്യ പഠനത്തിനുള്ള സെന്റർ ഫോർ സയൻസ് ആൻഡ് ഗൈഡൻസ് എന്ന സംഘടനയുടെയും അതിന്റെ പ്രസിദ്ധീകരണമായ ശാസ്ത്രവിചാരം മാഗസിന്റെയും മുഖ്യ ശില്പികളിലൊരാളാണ് ഡോക്ടർ. ഇസ്ലാമിക, സാമൂഹിക, സാമ്പത്തിക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഏതാനും ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കോഴിക്കോട് പാളയം മൊയ്തീൻ പള്ളി കേന്ദ്രീകരിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് തൊഴിൽ നൽകി സാമ്പത്തികമായും സാമൂഹികമായും ശാക്തീകരിക്കാനുള്ള സ്വയം തൊഴിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചതും ഡോക്ടർ അബ്ദുള്ളയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ മറ്റൊരു അടയാളമാണ്. പള്ളിയുടെ ഒരു ഭാഗത്ത് തയ്യൽ പരിശീലന പദ്ധതി ആവിഷ്കരിച്ചത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. മസ്ജിദിന് സാമ്പത്തിക പിന്തുണ ലഭിക്കാൻ പള്ളി കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് ഗുണകരമാകുമെന്ന ആശയം മുന്നോട്ടുവച്ചതും ഡോക്ടറായിരുന്നു. അതിപ്പോഴും മുഹീദ്ദീൻ പള്ളി തുടർന്നു വരുന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇസ്ലാമിക് ചെയർ രൂപീകരിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. സമ്പന്ന കുടുംബാംഗമെങ്കിലും സാമൂഹിക പ്രതിബദ്ധത കാത്തുസൂക്ഷിച്ച അദ്ദേഹം സമൂഹത്തിൽ ഇറങ്ങി അശരണർക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു. 1990 കാലം ആശുപത്രിയെ സംബന്ധിച്ച് വളർച്ചയുടെ പുതിയ ഘട്ടമായിരുന്നു. നിലവാരമുള്ള ചികിത്സ മിതമായ ചിലവിൽ നൽകി വന്ന ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റിയായി വളരുന്നത് ഇക്കാലത്താണ്. കാലക്രമേണ വിവിധ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ ആരംഭിച്ച് നഗരത്തിലെ തലയെടുപ്പുള്ള ആരോഗ്യ കേന്ദ്രമായി ആശുപത്രി വളർന്നു. നിരവധി സ്പെഷ്യലൈസ്ഡ് വിഭാഗങ്ങൾ ചെസ്റ്റ് ഹോസ്പിറ്റലിൽ പ്രവർത്തനം തുടങ്ങി. ഡോക്ടർ CP റൌഫിന്റെ നേതൃത്വത്തിൽ ആസ്മ അലർജി വിഭാഗം, ഡോക്ടർ MA മൊയ്തീന്റെ നേതൃത്വത്തിൽ പ്രമേഹരോഗ വിഭാഗം, ഡോക്ടർ VK മുഹമ്മദ് സുബൈറിന്റെ നേതൃത്വത്തിൽ ENT വിഭാഗം, ഡോക്ടർ MA ഫെമിനയുടെ നേതൃത്വത്തിൽ റേഡിയോളജി വിഭാഗം, കൂടാതെ ഗ്യാസ്ട്രോഎൻട്രോളജി, പീഡിയാട്രിക്സ്, ഓങ്കോളജി, ഡെർമറ്റോളജി, ഓർത്തോപീഡിക്സ്, ഡെന്റൽ എന്നീ വിഭാഗങ്ങളും, നൂതന സംവിധാനങ്ങളുള്ള എമർജൻസി വിഭാഗം, ഹാരിസൺ മില്ലർ ഗ്രൂപ്പുമായി സഹകരിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്രിട്ടിക്കൽ കെയർ വിഭാഗം, ഡയാലിസിസ് സെന്റർ, ഹൃദയരോഗികൾക്കായുള്ള കാരുണ്യ ഹൃദയാലയ, അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, പ്രശസ്ത ഡോക്ടർമാരായ ഡോക്ടർ ലക്ഷ്മി നാരായണന്റെ നേതൃത്വത്തിൽ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി, ഡോക്ടർ നാസർ യൂസഫിന്റെ നേതൃത്വത്തിൽ കാർഡിയോ തൊറാസിക് സർജറി,
കൂടാതെ പ്ലാസ്റ്റിക് സർജറി, ലേസർ സർജറി, കീഹോൾ സർജറി തുടങ്ങിയവയും ആശുപത്രിയുടെ സ്വീകാര്യതയും ജനപിന്തുണയും വർദ്ധിപ്പിക്കുകയായിരുന്നു. 1990-ലാണ് ബ്രോങ്കോസ്കോപ്പി ഡിപ്പാർട്ട്മെന്റ് ആശുപത്രിയിൽ പ്രവർത്തനമാരംഭിച്ചത്. അതിനുശേഷം മതിയായ ആധുനിക ഉപകരണങ്ങൾ ഒരുക്കി ഇന്റർവെൻഷണൽ പൾമനോളജി വിഭാഗം വികസിപ്പിച്ചു. കാർഡിയോളജി യൂണിറ്റ് 2001-ൽ പൊതുജനത്തിനായി തുറന്നുകൊടുത്തത് അന്നത്തെ മേയർ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രനാണ്. കാരുണ്യ ഹൃദയാലയയുമായി സഹകരിച്ച് 2021 മുതൽ ഡോക്ടർ ഗിരീഷിന്റെ നേതൃത്വത്തിൽ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി എന്നിവ ചെയ്തുവരുന്നു. ജീവനക്കാരോട് അടുത്തു പെരുമാറിയ ഡോക്ടർ അബ്ദുള്ള അവരുടെ വ്യക്തിപരവും ഔദ്യോഗികവുമായ ഏത് പ്രശ്നങ്ങളിലും ഏതു നേരവും കേൾവിക്കാരനായി ഒപ്പമുണ്ടായി. 2015-ൽ അവസാന ശ്വാസം വരെ അദ്ദേഹം ചെസ്റ്റ് ആശുപത്രിയുടെ മെഡിക്കൽ സൂപ്രണ്ടായിരുന്നു. അനാരോഗ്യം അലട്ടുന്നതുവരെ ആശുപത്രിയിൽ അദ്ദേഹം പതിവായി എത്തിയിരുന്നു. ഡോക്ടർ MA അബ്ദുള്ളയുടെ മകൻ ഡോക്ടർ MA മൊയ്തീനാണ് ഇപ്പോൾ ചെസ്റ്റ് ഹോസ്പിറ്റലിനെ നയിക്കുന്നത്. കോഴിക്കോട്ടെ അറിയപ്പെടുന്ന ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റാണ് ഡോക്ടർ മൊയ്തീൻ. ജനറൽ മെഡിസിനിൽ MD ബിരുദം നേടിയ ശേഷം പ്രമേഹ ചികിത്സയിൽ വിദഗ്ധ പരിശീലനം നേടി. ചെസ്റ്റ് ആസ്മ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ റഊഫ് 5 നെഞ്ചുരോഗ വിദഗ്ധരടങ്ങിയ ടീമിന്റെ തലവനായി പ്രവർത്തിക്കുന്നു. 3 പതിറ്റാണ്ടായി ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡോക്ടർ അബ്ദുള്ളയുടെ മൂത്ത മകളും മാനേജിംഗ് പാർട്ട്ണറുമായ MA ഫാത്തിമയാണ്. ഡോക്ടർ റഊഫിന്റെ പത്നിയാണവർ. 3ാം തലമുറയിലെ ഡോക്ടർ അഫ്ര മൊയ്തീൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ MD ബിരുദം നേടി ആശുപത്രി ഭരണത്തിൽ സജീവമാണ്. ആശുപത്രി ജനകീയമാക്കാൻ പരസ്യവും പ്രചാരണവും കൊടുക്കുക എന്നത് ചെസ്റ്റ് ഹോസ്പിറ്റലിന്റെ നയമായിരുന്നില്ല. വിദഗ്ധ സേവനത്തിന്റെ 50 ആണ്ട് പിന്നിടുമ്പോഴും സ്ഥാപകന്റെ പോളിസി പിന്മുറക്കാരും പിന്തുടർന്നു വരികയാണ്. ആശുപത്രി ഫാർമസിയിൽ പല മരുന്നുകളും MRPയിൽ താഴെയായി ഇപ്പോഴും നൽകപ്പെടുന്നു എന്നുള്ളത് അതിനുള്ള ഒരു ഉദാഹരണം മാത്രമാണ്. ചികിത്സയ്ക്ക് ഫീസ് ചോദിച്ചു വാങ്ങരുതെന്ന വിശ്വാസം കാത്തുസൂക്ഷിച്ച അദ്ദേഹം പരസ്യം കൊടുത്ത് ആശുപത്രി വളർത്തേണ്ടതില്ല എന്ന നിലപാട് മുറുകെ പിടിച്ചു. ഡോക്ടറുടെ സത്യസന്ധതയും ഉറച്ച തീരുമാനമെടുക്കാനുള്ള കഴിവും ദീർഘവീക്ഷണവും പ്രത്യേകം സ്മരണീയമാണ്. ആശുപത്രിയുടെ സേവനവും പ്രവർത്തന മികവും വൈദഗ്ധ്യവുമായിരിക്കണം അതിന്റെ പ്രചാരണ മാർഗം എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അത് ശരിവെക്കുന്നതായിരുന്നു ചെസ്റ്റ് ഹോസ്പിറ്റലിന് കോഴിക്കോട്ടെ സാധാരണക്കാർ നൽകിയ സ്വീകാര്യതയും അംഗീകാരവും. ആരോഗ്യരംഗത്ത് സവിശേഷമായ വഴി പരിചയപ്പെടുത്തിയ ഹോസ്പിറ്റൽ മികവുറ്റ സേവനവുമായി ഗോൾഡൻ ജൂബിലി പിന്നിടുകയാണ്. കൂടുതൽ സ്പെഷ്യലൈസ് വിഭാഗങ്ങളും ആധുനിക ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കി കാലത്തിനൊപ്പം മുന്നേറുകയാണ് ചെസ്റ്റ് ആശുപത്രി. വിവിധ വിഭാഗങ്ങളിലായി സാധാരണക്കാർക്ക് പ്രാപ്യമാകും വിധം വിദഗ്ധ ചികിത്സ അവരുടെ കയ്യെത്തും ദൂരത്ത് തന്നെയുണ്ട്.